എൻ്റെ ഗുരുനാഥന് നമസ്കാരം. ഞങ്ങൾ മഹാരാഷ്ട്രയിലാണ് താമസം. ഇപ്പോൾ കേരളത്തിൽ മകളുടെ മുന്നോട്ടുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇവിടെ അഡ്മിഷൻ കിട്ടി. ഇപ്പം കേരളത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ 2019 സാറിൻ്റെ അടുക്കൽ പൂജയ്ക്ക് എത്തിയത്. പൂജയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ മകൾക്ക് ഉള്ള അഡ്മിഷൻ കിട്ടുന്നതെല്ലാം പൂജയ്ക്ക് ശേഷമാണ്. അതിന് മറ്റുള്ള നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിൽ. ഇതിപ്പോൾ അതിന് ശേഷം എനിക്ക് ഇവിടെ ഈ പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരോ നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗുരുനാഥൻ്റെ പൂജയ്ക്ക് ശേഷമാണ് ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ഗുരുനാഥന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഗുരുനാഥ, ഞങ്ങൾക്ക് ഈ അനുഭവം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോന്നും ഇപ്പോൾ ഞങ്ങൾ ഗണപതി ഹോമം ചെയ്യുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻറ്റ് ഒത്തിരി മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫോൺ വന്ന് 6-7 മാസമായിട്ട് ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു പേയ്മെൻറ്റ് കിട്ടാനുണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ ആണ്ടിപ്പണ്ടാര ഭഗവാന്റെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ സമർപ്പിക്കുന്നുണ്ട്. ബാക്കി വഴിപാടുകളൊക്കെ ചെയ്യുന്നു. എനിക്ക് ആ പേയ്മെൻറ്റ് കിട്ടി. അവിടെ നിന്ന് തന്നെ എനിക്ക് ഫോൺ വന്ന് നിങ്ങൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്തോ എന്നും പറഞ്ഞ്. അതുപോലെ അത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യോതിഷ ക്ലാസ്സിലും ചേരണമായിരുന്നു. അതും ചേരാൻ പറ്റി. അതും ചേർന്നിട്ടുണ്ട്. ഹസ്ബൻഡ് 2 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സർപ്പത്തിന് നേദ്യം വെച്ചതിന് ശേഷമാണ് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ആ ഉറുമ്പിൻ്റെ ശല്യം മാറാൻ 1-2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് ഹിറ്റൊക്കെ അടിച്ചിട്ട് എന്നിട്ട് മാറുന്നില്ലായിരുന്നു. അപ്പം പിന്നെ നേദ്യം സമർപ്പിച്ച് കഴിഞ്ഞ് 2 പ്രാവശ്യം നേദ്യം സമർപ്പിച്ച് കഴിയുമ്പോൾ തീർത്തും ആ ഉറുമ്പ് ഇവിടെ അപ്രത്യക്ഷമായി. ഉറുമ്പിൻ്റെ ശല്യമേ ഇവിടെ ഇല്ല. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക്. പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ ഡിലേ ആവുകയില്ല. എല്ലാ മാസവും ഞങ്ങൾ ഗണപതി ഹോമം ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് അങ്ങനെ ഡിലേ ആവാതില്ല. അതാ സമയത്ത് വന്ന് ക്രെഡിറ്റ് ആവുന്നുണ്ട് അക്കൗണ്ടിൽ. ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല നല്ലതായിട്ട് അനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ മൂത്ത മകളുടെ വിവാഹം ഒന്ന് നടത്തി തരണം. അതാണ് ഭഗവാനോട് ഞാൻ പറയുന്നത്. ഇപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം മുടങ്ങി കിടക്കുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഗുരുനാഥൻ പറയുന്നതനുസരിച്ച് ഞാൻ എല്ലാ വഴിപാടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ പൂജകളും നേദ്യം സമർപ്പിക്കുന്നു. അമ്പലത്തിൽ ഞാൻ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട്. അതും എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ ഭഗവാൻ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹ തടസ്സം വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞ് നല്ലൊരു ബന്ധം എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കുന്നു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് നടത്തി തരുമെന്ന് എനിക്കറിയാം ഭഗവാൻ. എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാവരോടും ഉള്ളത്, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുപ്പകളുടെ അടുക്ക് പോകാതെ നമ്മുടെ സാറിൻ്റെ അടുക്ക് എത്തിപ്പെടണം. എത്രയും പെട്ടെന്ന് എല്ലാവരും ഞങ്ങളുടെ ഗുരുനാഥൻ്റെ അടുക്ക് എത്തിപ്പെടണം. ഈ കുപ്പകളാണ് നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ഒരു കാര്യവും നമുക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്യും. പിതൃബലിയാണെങ്കിൽ അവരെല്ലാ വർഷവും ഓരോരോ വർഷം കൂടുമ്പോഴവർ ആണ്ടുബലി അവർ ചെയ്യാറുണ്ട്. നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല. ഇത്രയും നാളായിട്ട് നമ്മൾ ആണ്ടുബലി ചെയ്യണം നമ്മളോട് അവർ പറയാറില്ല. നമ്മളെ ഇട്ട് നശിപ്പിച്ച് നമ്മുടെ കിട്ടുന്ന പൈസ എല്ലാം വാങ്ങിച്ച് അവർ സുഖമായിട്ട് കഴിയുവാണ്. എൻ്റെ അഭ്യർത്ഥന എല്ലാവരോടും എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മളുടെ ഗുരുനാഥൻ്റെ അടുക്കൽ എത്തിപ്പെടണം. എത്രയും പെട്ടെന്ന് എത്തിപ്പെടണം. നന്ദി, നമസ്കാരം.